ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നല്ല വലിയ കുത്തനെയുള്ള കയറ്റത്ത് ഹാഫ് ക്ലച്ച് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴി കയറ്റത്ത് നിങ്ങളെ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കാർ ഡ്രൈവിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ സിറ്റുവേഷനാണ് വലിയ കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ ബാലൻസ് ചെയ്ത് മുന്നോട്ടെടുക്കുക എന്നുള്ളത്. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ തന്നെ വാഹനം ഓഫായി പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കയറ്റത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പലർക്കും അറിയത്തില്ല. ഈ വീഡിയോ കണ്ടു നോക്കുക, പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കും. അതിന് ഉള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ വാഹനമാണ്. അതായത് ഒരു ആൾട്ടോ 800, ഒരു 800 cc ഒക്കെയുള്ള ഒരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റങ്ങളിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിച്ച് വണ്ടി എടുക്കുക എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻജിൻ CC കുറഞ്ഞ വാഹനം ആയതുകൊണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1.2 ലിറ്റർ വണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു 1.5 ലിറ്റർ വണ്ടിയാണ്. ഉദാഹരണം പറയാൻ നമ്മൾ ഒരു താർ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബൊലേറോ. ഇത്തരത്തിലുള്ള വലിയ വണ്ടികളിലേക്ക് വരുമ്പോൾ അതിന് എൻജിൻ CC കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ടോർക്കും അതുപോലെ തന്നെ ലോ എൻഡ് പവറും കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കൊരു വാഹനം ഈസി ആയിട്ട് കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം വണ്ടിയുടെ എൻജിൻ പവർ അത്രയധികം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഒരു ആൾട്ടോ 800 ആണ്, 2011 പഴയ മോഡലാണ്. ഇത്തരത്തിലുള്ള പഴയ വണ്ടികളിൽ തന്നെയാണ് നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാഹനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടിയിലും നമുക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുകയാണ്. വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇടത്തെ കാല് ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കുക. എന്നിട്ട് ഈ കാലിൻ്റെ എൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കുത്താൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കുക. ബ്രേക്കും ചവിട്ടി പിടിക്കുക. എന്നിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കാല് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വണ്ടിയുടെ സൗണ്ട് ശ്രദ്ധിക്കണം, എൻജിൻ സൗണ്ട് ശ്രദ്ധിക്കണം. അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് എൻജിൻ വിറയ്ക്കാൻ തുടങ്ങും. ആ വിറയിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ഒരു ചെറിയ വിറയിൽ വന്നു. ആ വിറയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചു. ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് ഞാൻ പതിയെ ഒന്ന് കാലയക്കുകയാണ്. പതിയെ ഒന്ന് അയച്ചപ്പം പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലാണെങ്കിൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നിൽക്കും. ഇത് നമ്മൾ അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിർത്താൻ പറ്റുന്നത്. ഇപ്പോൾ കണ്ട ക്ലച്ച് ഹാഫ് ക്ലച്ച് പോയിന്റിൽ അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഇടത്തെ കാലിൻ്റെ എൻഡ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫ്ലോറിലേക്ക് പതിയെ വെച്ച് കൊടുക്കുക. അതായത് ഫ്ലോറിലേക്ക് ഇതുപോലെ പതിയെ വെക്കുക. അപ്പോൾ നമുക്ക് കാലിൻ്റെ എൻഡ് അടിഭാഗം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിതുണ്ട് ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം നിർത്തരുത്, വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബ്രേക്കിൽ ഹാഫ് ക്ലച്ച് പോയിന്റിൽ പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരണം. അതായത് പെട്ടെന്ന് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരികയും ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ വണ്ടിക്ക് എൻജിൻ പവർ കുറഞ്ഞ വാഹനമാണ്. അപ്പോൾ കയറ്റത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആക്സിലറേഷൻ നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. അപ്പം ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ആക്സിലറേഷൻ ഞാനിത് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ ഇതുകൊണ്ട് വിറയിൽ മാറി, ഈ ഹാഫ് ക്ലച്ച് പോയിന്റിലെ വിറയിൽ മാറി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതായത് ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ കാലയക്കും. അത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഓഫായി പോകും. നിങ്ങളിൽ പലർക്കും ഓഫ് ആകുന്നത് പെട്ടെന്ന് കാലെടുക്കും. ആക്സിലറേഷൻ കൊടുത്തല്ലോ എന്ന് കരുതി പെട്ടെന്ന് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലെടുക്കുമ്പോഴാണ് ഓഫ് ആകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് സാവധാനം കാല് റിലീസ് ചെയ്ത് വണ്ടി നന്നായിട്ട് ഉരുണ്ടതിന് ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് ആക്സിലറേറ്റർ പെഡലിലേക്ക് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി നിങ്ങൾ കുറച്ചും കൂടെ വലിയ കുത്തനെയുള്ള കയറ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലച്ച് വണ്ടി
വണ്ടി നിൽക്കത്തില്ല. നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നല്ലൊരു വലിയ കയറ്റത്തിലേക്ക് വണ്ടി കയറുകയാണ്. ഇതുകൊണ്ട് അപ്പോൾ നല്ല വലിയ കയറ്റമാണ്, ടാറിങ്ങും അല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു റോഡാണ്. എന്നിട്ട് ഞാനിതേ വണ്ടി ഇവിടെ കൊണ്ടുപോയി കയറ്റത്തിൻ്റെ ഏകദേശം നടുഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇനി ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഇവിടെ കോ ഡ്രൈവർ സീറ്റിലും ആളുണ്ട്, പുറകിലും ആളുണ്ടെന്ന് കരുതുക. വലിയ കയറ്റമാണ്. അപ്പം നമ്മുടെ ഈ കുറഞ്ഞ എൻജിൻ സി സി ഉള്ള വണ്ടിയും കൂടെയാണ്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് വളരെ പ്രയാസപ്പെടും. എൻജിൻ സി സി കുറഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 800 ആൾട്ടോ 800 പഴയ വണ്ടികളാണ്, വലിയ കുത്തനെയുള്ള കയറ്റത്താണെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവർ അല്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. വണ്ടി നിരന്തരം ഓഫായി പോകും. ഇനി നമ്മൾ ഈ ഹില്ലേരിയ പോലെയുള്ള ഒരു റോഡാണ്, അത്രയും ഹില്ലേരിയ പോലെയുള്ള റോഡാണ്, നല്ല റോഡും അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും ലോഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എടുക്കാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുക. കോൺഫിഡൻസ് കുറവാണെങ്കിൽ ആളെ ഇറക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ആളെ ഇറക്കാൻ ഞാൻ പറയുന്നത് റോഡിൻ്റെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊരു നല്ല മല കയറി പോവാണ്, നല്ല റോഡല്ല, കുഴിയുണ്ട്, വളരെ ഭീകരമായിട്ടുള്ള കയറ്റം, 800 cc ഉള്ള വണ്ടി, എൻജിൻ പവർ കുറഞ്ഞ വണ്ടി, നമ്മുടെ കൂടെ യാത്രക്കാർ, പുറകിലാൾ, ലഗേജ്, ഇത് വണ്ടിയുടെ വെയിറ്റ് എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ കുത്തനെയുള്ള കയറ്റത്തിന് നടുക്ക് പോയി വണ്ടി നിന്നിട്ട് നിങ്ങൾക്ക് പിന്നെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം വണ്ടിക്കകത്ത് ആളൊന്നുമില്ല, ഇപ്പോൾ അത്യാവശ്യം നല്ല കയറ്റത്തിൻ്റെ നടുഭാഗത്ത് വണ്ടി നിൽക്കുകയാണ്. ഞാനെന്ത് ചെയ്യുന്നു, ഇടത്തെ കാല് ഫ്രീ ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടിയുടെ സൗണ്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇതേ വാഹനം ഏകദേശം ഇതുണ്ടോ വിറച്ച് ആ വിറയിൽ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാൻ അയക്കുമ്പോൾ ഇതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകണം, കാരണം കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഹാഫ് ക്ലച്ച് പോലെ ഒരു ഇത്തിരിയും കൂടെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ നിർത്താൻ നോക്കുവാണ്. പക്ഷേ എങ്കിൽ നിൽക്കുന്നില്ല, കണ്ടോ, വണ്ടി ബാക്കിലേക്ക് പോകണം, കാരണം കയറ്റത്തിൻ്റെ അളവ് അത്രയും കൂടുതലാണ്, വണ്ടിയുടെ എൻജിൻ പവറും കുറവാണ്. അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലും നമുക്ക് വണ്ടിയെ കയറ്റത്തിൽ നിർത്തണം. അതിനൊരു ടെക്നിക്കുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ ക്വിക്കായിട്ട് പമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്താൽ നമ്മുടെ വണ്ടി കയറ്റത്ത് ക്ലച്ചായാലും ആക്സിലറേഷനിലും ബ്രേക്കിന്റെ സഹായമില്ലാതെ നിൽക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടും. എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതുപോലെ നമുക്ക് വാഹനത്തെ എടുക്കാം. ഇതുകൊണ്ട് ഇപ്പം ഞാൻ വാഹനത്തെ എടുത്തു, വീണ്ടും ഞാൻ വണ്ടി ഒന്ന് നിർത്താണ്. ഇനി ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് പേര് മറ്റൊരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുത്തുകൂടെ? തീർച്ചയായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാനിതേ ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ച് പിടിക്കുകയാണ്, അതായത് ഈ ലോക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കി പിടിക്കുന്നു, എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചു. എന്നിട്ട് ഞാനിതുകൊണ്ട് ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, നല്ല ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ വണ്ടി അവിടെ നിൽക്കും. ഹാൻഡ് ബ്രേക്ക് കേബിൾ മോശമാണെന്നുണ്ടെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകും. ഇപ്പം ഞാൻ ബ്രേക്ക് സപ്പോർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു, പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പ്രോപ്പർ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് വണ്ടി നിൽക്കും. എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ തന്നെ ഞാൻ ക്ലച്ച് എന്നും കൂടെ റിലീസ് ചെയ്തപ്പോൾ അതുണ്ടോ എൻ്റെ വണ്ടി ഇതുണ്ട് ഈ കയറ്റത്ത് ഇപ്പം നമുക്ക് കയറി പോവാണ്. ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഈ കയറ്റത്ത് മുന്നോട്ട് കയറി പോവുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുക എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കും കൂടെ ഇട്ട് വണ്ടി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഹാഫ് ക്ലച്ച് വരിക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ ബാലൻസ് ചെയ്തെടുക്കുക. അതായത് നമ്മളിവിടെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യണം, ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഹാൻഡ് ബ്രേക്കിലും കൂടെ സഹായത്തോടു കൂടി വണ്ടി എടുക്കുക എന്ന് പറയുന്നത്, കാരണം അവിടെ ഒരു ജോലിയും കൂടെ കൂടുതൽ വരികയാണ്. കാരണം ഹാൻഡ് ബ്രേക്കിനെയും കൂടെ ഇവിടെ ബാലൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുക എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ നോർമലായിട്ട് എടുത്ത് പഠിക്കുക. അതായത് നോർമലായിട്ട് നമുക്ക് എങ്ങനെയാണോ ഹാഫ് ക്ലച്ചിൽ വന്ന് വണ്ടി എടുക്കാൻ, അതായത് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നോർമലായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുമോ അത് നമ്മൾ നന്നായിട്ട് ബാലൻസ് ആക്കുക. ബാലൻസ് ആക്കിയിട്ട് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ അതുപോലെയുള്ള കയറ്റങ്ങളിലൊക്കെ വരുമ്പോഴായിരിക്കണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കേണ്ടത്. അതും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മൾ മെയിൻ പഠിക്കേണ്ട അടിസ്ഥാനം എന്ന് പറയുന്നത് നോർമലായിട്ട് ക്ലച്ചെ ബാലൻസ് ചെയ്ത് വണ്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതും പഠിക്കണം. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ യൂസും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്.